ബിഗ് ബോസ് മലയാളം സീസൺ 7 3 days to go. ലൈവിനകത്ത് ആക്ടിവിറ്റി റൂമിൽ വിളിച്ച് ഇപ്പോ കോണ്ടന്റുകളെല്ലാം കാണിക്കാൻ തുടങ്ങി. ഓരോരോ കോണ്ടന്റുകള് ഇവർ എഡിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇന്നലെയും കാണിച്ചിരുന്നു, ഇന്നും കാണിച്ചിരുന്നു. ഇന്ന് ഫ്രണ്ട്ഷിപ്സിന്റെ ഒരു വീഡിയോ ആണ് ബിഗ് ബോസ് കാണിച്ചത് എല്ലാവരെയും. ഇത് കണ്ട പാടെ കുറച്ചു നേരം മുമ്പ് വരെ ഷാനവാസിന്റെ കൂടെ ഇരുന്ന് ശൈത്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അനിമോള് വീണ്ടും ശൈത്യയുടെ കൂടെ ഒന്നായി. പട്ടാ ഗേൾസ് എല്ലാവരും വീണ്ടും ഒന്നായി. അങ്ങനെ അത്രയും നല്ലൊരു എഡിറ്റ് ആയിരുന്നു. അത്രയും ഇമോഷണൽ ആയ രീതിയിൽ വൈകാരികമായ ഒരു എഡിറ്റ് ആണ് അവര് ഉണ്ടാക്കിയത്. നല്ല മികച്ച രീതിയിൽ തന്നെ കേട്ടോ. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ എല്ലാ വർഷവും പറയുന്നതാണ്, ഈ എഡിറ്റേഴ്സിന് ഒരു ഹാറ്റ്സ് ഓഫ്. നമ്മളിങ്ങനെ ഈ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും എന്തുമാത്രം വീഡിയോസ് ആണ് ഇവര് എടുത്ത് സൂക്ഷിച്ച് കമ്പൈൽ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവമാക്കി അവരുടെ മുമ്പിലേക്ക് എത്തിച്ചതെന്നുള്ള അതിന് പിന്നിലെ എഫേർട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓരോ കാര്യങ്ങളും, ടാസ്കുകളാണെങ്കിൽ അങ്ങനെ, വഴക്കുകള്, പിന്നെ ഇമോഷൻസ്, ഫ്രണ്ട്ഷിപ്സ് എല്ലാം ഓരോരോ സെഗ്മെന്റ് ആക്കി ഇവര് ഓരോരുത്തരുടെയും കോണ്ടന്റുകൾ അത് ആരുടെയും കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും എല്ലാ വർഷവും ഗ്രാൻഡ് ഫിനാലെ വീക്കില് എഡിറ്റേഴ്സ് ആണ് കൊണ്ടുപോകുന്നത്. ഈ ലാസ്റ്റ് ഒരു 3 ദിവസം എന്ന് പറഞ്ഞ എഡിറ്റേഴ്സിന്റെ ദിവസങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത് നടക്കുന്നത്. ഈ സീസൺ ഭയങ്കര മിക്സ്ഡ് അഭിപ്രായങ്ങൾ വന്ന ഒരു സീസണാണ്. ചിലര് പറയുന്നു ഇത് വെറുപ്പിക്കൽ സീസൺ ആണെന്ന്, ചിലര് പറയുന്നു ഇത് ഈ സീസൺ 4 കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുന്നു. എനിക്കിത് സീസൺ 4 കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സീസൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സീസൺ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മികച്ച മത്സരാർത്ഥികൾ പങ്കെടുത്ത ഒരു സീസണാണ്. ഇപ്പോ ഓരോ മത്സരാർത്ഥിയും അത്രയധികം ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടാണ് ഗെയിം കളിച്ചത്. ഇപ്പോ നെവിനെ പോലെ ഒരു ഗെയിം കളിച്ച വേറൊരു കണ്ടസ്റ്റന്റിനെ നമുക്ക് ഈ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റില്ല. അനീഷിനെ പോലെ കളിച്ച ഒരാളെ കാണാൻ പറ്റില്ല. അതേസമയം തന്നെ ഭയങ്കരമായ വിവാദങ്ങൾ ഉണ്ടാക്കിയ അനിമോളും ഉണ്ട് ഒരു സൈഡില്. പിന്നെ ആരാണ്, ആദിലാനൂറയുണ്ട്. എല്ലാ സ്ഥലത്തും നിന്ന് എല്ലാ കഥയിലും ഇടം പിടിച്ച ആദിലാനൂറയുണ്ട്. പിന്നെ അഗ്രഷനും മാസും വേണമെങ്കിൽ അതിന് ഷാനവാസിക്കുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഗെയിം കളിച്ച കണ്ടസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഗെയിം കളിച്ച കണ്ടസ്റ്റൻസ് ഉണ്ട്. സീസൺ 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരായിരുന്നു. ഇപ്പോ നെവിന്, പിന്നെ അനീഷ്, ഷാനവാസ്, അക്ബർ, ഇവരെല്ലാവരും കളിച്ച ഗെയിം ഒന്നിച്ച് കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് അഖിൽമാരാരെന്ന് ഞാൻ പറയാം, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സീസൺ 5. അപ്പൊ അതുകൊണ്ട് ഒരു വിന്നറെ അന്ന് നമുക്ക് തീരുമാനിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ് എല്ലാവരുടെയും ഉണ്ട്. ഇതിപ്പോ ഞാൻ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ നോക്കുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻസ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഈ സീസണിൽ. ഈ സീസൺ അങ്ങനെ ഒരാളുടെ മാത്രം എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സീസൺ ഒന്നുമല്ല. ഒരാളുടെ പേരിലൂടെ അറിയപ്പെടുന്ന സീസൺ, തീർച്ചയായിട്ടും ഒരാളുടെ പേരിലൂടെ അറിയപ്പെടും, ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സീസണാണ്. പക്ഷെ നോക്കുന്ന സമയത്ത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരും അങ്ങനെ മാറി നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ സീസണിലെ ഫസ്റ്റ് 1 മാസം എന്ന് പറഞ്ഞാൽ സർവൈവൽ ആയിരുന്നു, അതിജീവനം തന്നെയായിരുന്നു. വസ്ത്രമില്ല, ഭക്ഷണമില്ല, പണിപ്പുര ടാസ്ക്, 10 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ടോർച്ചറാണ് കണ്ടസ്റ്റൻസ് അനുഭവിച്ചത്. അപ്പോൾ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്നൊരു ഓണം വരെയുള്ള ഒരു സമയമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ കോണ്ടന്റ് പെരുമഴയെങ്കിലും അതുവരെ അതിജീവനമായിരുന്നു. അത് കഴിഞ്ഞും വഴക്കുകളും പ്രശ്നങ്ങളും വലിയ വലിയ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. എല്ലാം അതിജീവിച്ച് ഇപ്പൊ എത്തി നിൽക്കുന്ന 7 പേരാണ്. നെവിന്, ആദിലാനൂറ, പിന്നെ അക്ബർ, ഷാനവാസ്, അനിമോൾ, അനീഷ്. ശരിക്കും ഈ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സീസൺ എന്തുമാത്രം വലിയൊരു സീസൺ ആയിരുന്നു എന്നുള്ളത്. നമ്മള് നോക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് കടന്നുപോയി, പെട്ടെന്ന് കടന്നുപോയ ഒരു സീസൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നും ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. 24/7 ഇരുന്ന് കണ്ട ഒരാളെന്ന നിലയ്ക്ക് പറയുകയാണ്, പെട്ടെന്ന് കടന്നുപോയൊരു സീസണാണ്. കാറ്റ് വീശുന്ന സ്പീഡിൽ കടന്നുപോയൊരു സീസണാണ്. ഓണം വന്നു, പിന്നെ ദീപാവലി വന്നു, അങ്ങ് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷ് പറയുന്ന പോലെ ഇത് ഇനി എക്സ്റ്റെൻഡ് ചെയ്താലും ഞാൻ കാണും, ഞാൻ കുത്തി ചെയ്ത് കാണും, വീഡിയോസ് ചെയ്യും. കാരണം അത്രയധികം നല്ല പ്ലെയേഴ്സ് ആയിരുന്നു. നല്ല പ്ലെയേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന നിലവാരം കൊണ്ടല്ല കേട്ടോ. അനീഷ് പിന്നെ 1-2 പേർക്കൊക്കെ നിലവാരം എന്ന് പറയുന്ന സാധനമേ ഉള്ളൂ. നല്ല പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു. കോണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി പടച്ചു വിടാൻ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു സീസൺ 7 7ന്റെ പണിയെ പറ്റി പറയാനുണ്ടായിരുന്നത്.